ജനസംഘം തൊട്ട് തന്നെ ധാരാളം പ്രവർത്തകർ ഈ പാർട്ടിക്ക് വേണ്ടി, ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് വളർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രവർത്തനം ഇനിയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. മലബാർ മേഖലയോട് കാണിക്കുന്ന അവഗണന അത് LDF ആയാലും UDF ആയാലും നിരന്തരമായിട്ടുള്ളതാണ്. കാരണം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള നിയമസഭാ സീറ്റുകൾ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് എന്ത് തന്നെ വന്നാലും ഒന്നെങ്കിൽ CPM അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ എന്നുള്ള നിലയ്ക്ക് ആണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ജനങ്ങളുടെ കാര്യങ്ങൾ അവഗണിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന നിലയ്ക്കുള്ള സമീപനമാണ് രണ്ട് മുന്നണികളും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത കാലത്തായിട്ട് അതിനുള്ള മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം ഈ രണ്ട് മുന്നണികളെയും മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാതൃക ജനങ്ങൾക്ക് ഇപ്പോ അത് പ്രകടമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ആ പ്രകടമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന ജനക്ഷേമ പദ്ധതികളാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള നയപരിപാടികൾ രണ്ട് മുന്നണികളെ സംസ്ഥാനം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിന് മുന്നേ ഭരിച്ച UPA സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയമായിട്ട് ഇവിടെ വലിയ രീതിയിൽ BJPക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അതൊന്നും തന്നെ പരിഗണിക്കാതെ എല്ലാ ജനങ്ങളുടെയും പൊതുവായിട്ടുള്ള വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങളിൽ കൂടുതൽ ആകർഷകമാവുകയും ജനങ്ങൾ ഈ രണ്ട് മുന്നണികളെയും അതോടൊപ്പം തന്നെ മറുവശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെയും നയപരിപാടികൾ സൂക്ഷ്മമായിട്ട് പരിശോധന നടത്തി താരതമ്യം ചെയ്ത് ആ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന നയപരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അണിചേരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നമുക്ക് നേരത്തെ വേണ്ടത്ര വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത കാലത്തായിട്ട് നമുക്ക് കൂടുതൽ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ ചീട്ട് കൊടുക്കല് കുറക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ കൃത്യമായിട്ട് ജനങ്ങൾ താരതമ്യം ചെയ്യുകയും ആ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നേരത്തേക്കാൾ കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അണിചേരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ നമുക്കൊപ്പം ഇന്ന് അണിചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഉത്തര മലബാറിൽ മതന്യൂനപക്ഷങ്ങൾ നമുക്ക് എതിരായിട്ട് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. വർഗീയ പാർട്ടിയാണെന്ന് നമുക്ക് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ, അവർ നമ്മൾക്കൊപ്പം സഹകരിക്കാൻ വലിയ രീതിയിലുള്ള വിഘാതങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഉത്തര മലബാറിലെ രാഷ്ട്രീയ സാഹചര്യം, ചിത്രവും മാറുന്നുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായിട്ട്, ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം അണിചേരുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം നമുക്കൊപ്പം സഹകരിക്കാൻ ഈ മേഖലയിലും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കമ്മ്യൂണിസ്റ്റ്
കോട്ടകളായിരുന്ന പല കോട്ടകളിലും ഇന്ന് ഛിന്നഭിന്നമായി ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന, അവിടെ കടന്നു ചെല്ലാനും നമ്മെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് മതന്യൂനപക്ഷങ്ങൾ ആയാലും കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളായാലും കോൺഗ്രസ് കേന്ദ്രങ്ങളായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗീകാരം ലഭിക്കുകയും ജനങ്ങൾ നമുക്കൊപ്പം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യം വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമുക്ക് പാലിക്കേറ മലയാളായിരുന്ന പ്രദേശങ്ങളില് നമുക്ക് അവിടെ ജനങ്ങൾ നമ്മെ സ്വീകരിക്കാനും നമുക്കവിടെ ധാരാളം അംഗീകാരങ്ങൾ ലഭിക്കുകയും നമുക്കൊപ്പം ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമുക്ക് ജനപ്രതിനിധികളില്ലാത്ത ഇടങ്ങളിൽ നമുക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. ഇന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ശക്തമായിട്ട് മുന്നേറാൻ സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്ക് നമ്മുടെ ഈ 3 റവന്യൂ ജില്ല എടുത്തു നോക്കിയാൽ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് നമുക്ക് കാസർഗോഡിന്റെ ഉത്തരഭാഗം 2 മണ്ഡലങ്ങൾ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് 2ാം സ്ഥാനത്ത് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിലൊരു മാറ്റം വരും. കാസർഗോഡ് ജില്ലയുടെ ഉദുമ തൊട്ടുള്ള തെക്ക് മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ചില പോക്കറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് വോട്ടിന്റെ ശതമാനത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയും സ്ഥിതി മാറി ഇന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, പരിവർത്തനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള, ബലിദാനികൾ പ്രാണത്യാഗം ചെയ്തിട്ടുള്ള പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും മണ്ണാണ് കണ്ണൂർ. നമ്മുടെ പോരാട്ടം, ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, നമ്മുടെ ആദർശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ, ആ പോരാട്ടത്തിൽ ജീവിതം നഷ്ടപ്പെട്ടവർ, ആ പോരാട്ടത്തിൽ നിത്യ യാതനകൾ അനുഭവിക്കുന്ന ധാരാളം നൂറുകണക്കിനായിട്ടുള്ള ആൾക്കാർ ഉള്ള ഈ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ പൂർവികർ നടത്തിയിട്ടുള്ള ത്യാഗങ്ങൾ അത് വെറുതെയാകുന്നില്ല. ഇന്നും നമുക്ക് മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ നമുക്ക് കഴിഞ്ഞ ലോക്സഭയിൽ അറിയാം, നമുക്ക് 2019 ലോക്സഭയിൽ 69,000 വോട്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്തവണ 1,19,000 വോട്ട് ഏതാണ്ട് ഡബിളായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കോട്ടകളിൽ നമുക്ക് വില്ലനുണ്ടാക്കി അവിടെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കടന്നു ചെല്ലാനും ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിക്കാനുമുള്ള ജനങ്ങളുടെ താല്പര്യം വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ കോഴിക്കോട് ജില്ലയായാലും, കോഴിക്കോടും കണ്ണൂരും ജില്ല ഉൾപ്പെടുന്ന വടകര ലോക്സഭയിൽ നമുക്ക് കുതിച്ചുചാട്ടം നടത്താൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ അത്യുത്തര 3 ജില്ലകളിൽ, റവന്യൂ ജില്ലകളിലും 6 സംഘടനാ ജില്ലകളിലും നമുക്ക് പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇവിടെയും നമുക്ക് മാറാത്തത് മാറ്റാൻ, മാറാത്തത് മാറുമെന്നുള്ള നമ്മുടെ സംസ്ഥാനം ആകെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് അതിനെ ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ജനങ്ങൾ വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഉൾക്കൊള്ളാനും വരവേറ്റാനും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലാ ശില്പശാല സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയോടെയുണ്ട്. അപ്പം ഇന്നത്തെ ശില്പശാലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 5 മണി വരെയാണ് ഈ ശില്പശാല നടക്കുന്നത്. അതിലൊരു ഉദ്ഘാടന സെഷനും, ആ ഉദ്ഘാടന സെഷനിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കൃഷ്ണദാസ് ഏട്ടൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ സംഘടന കാര്യങ്ങളെ സംബന്ധിച്ച് ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ജി ഉണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ നയപരിപാടികൾ എന്താണ്, പ്രത്യേകിച്ച് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലുമുള്ള നമ്മുടെ നയപരിപാടികളെ സംബന്ധിച്ച് എന്ത് സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സംഘടനാ കാര്യക്രമത്തെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി
ശ്രീ എസ് സുരേഷ് ജി ഇവിടെ അവതരിപ്പിക്കും. അതിനുശേഷം സമാപനം. സമാപനത്തിൽ നമ്മുടെ ഈ മേഖലയില് പ്രഭാരിയായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ ജി ഇവിടെ സമാപനത്തിൽ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന, അങ്ങനെയാണ് ഈ പരിപാടി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മലബാർ ബാലികേറാമലയായുള്ളത് മാറ്റണം. നമുക്ക് പുതിയ കേരളത്തിന്റെ, വികസിത കേരളത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെയും നമുക്ക് കൊണ്ടുവരണം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പരിവർത്തനം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇടപെടൽ നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഈ മേഖലാ ശില്പശാല, ആ ശില്പശാല ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ് ജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. बोलो भारतीय जनता पार्टी की, बोलो भारतीय जनता पार्टी की। वंदे वंदे वंदे। ആദരണീയനായ അധ്യക്ഷനും ഭാരതീയ ജനതാ പാർട്ടിയുടെ കോഴിക്കോട് മേഖല പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ശ്രീകാന്ത്, നമ്മുടെ ഇന്ന് മേഖലാ ശിബിരത്തിന് സന്നിഹിതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ MT രമേശ്, അഡ്വക്കേറ്റ് K സുരേഷ്, BJPയുടെ മുതിർന്ന നേതാവ്, മുൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ, അങ്ങനെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുള്ള നമുക്കൊക്കെ പ്രിയപ്പെട്ട ശ്രീമാൻ KP ശ്രീശേഖരൻ,
അതേപോലെ നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷനും നമ്മുടെ മേഖലയുടെ സംഘടനാ ചുമതല കൂടി വഹിക്കുന്ന ശ്രീമാൻ അഡ്വക്കേറ്റ് ഡി ഗോപാലകൃഷ്ണൻ, അതേപോലെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത്, നമ്മുടെ സംസ്ഥാന വക്താവ് ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി കെ സജീവൻ, മഹിളാ മോർച്ചയുടെ ആദരണീയായ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ്, അതേപോലെ ജില്ലാ പ്രസിഡന്റുമാരായ ശ്രീമതി ML അശ്വിനി, ശ്രീ KK വിനോദ് കുമാർ, ശ്രീ ബിജു എളക്കുഴി, ശ്രീ പ്രഫുൽ കൃഷ്ണൻ, അതോടൊപ്പം തന്നെ ജില്ലാ പ്രഭാരിമാരായിട്ടുള്ള ശ്രീ പി സത്യപ്രകാശ്, ശ്രീ ഒ നിധീഷ്, മേഖലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ M മോഹനൻ, ശ്രീ അജയ് നെല്ലിക്കോട്, ശ്രീ S സുധാമ, നമ്മുടെ മുതിർന്ന നേതാവ് ശ്രീ PK വേലായുധേട്ടൻ, ഇതുപോലെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. 58 മണ്ഡലങ്ങള്, അതേപോലെ തന്നെ 6 സംഘടനാ ജില്ലകൾ, ഇവിടെയുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ഉപരി കാര്യകർത്താക്കന്മാർ പങ്കെടുക്കുന്ന മേഖലാ ശിബിരമാണ് ഇവിടെ നടക്കുന്നത്. ഈ 6 സംഘടനാ ജില്ലകൾ 3 റവന്യൂ ജില്ലകളിലായിട്ടാണ്. ഈ 3 റവന്യൂ ജില്ലകളില് നമ്മുടെ പ്രസ്ഥാനത്തിനും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്ത നിരവധി കുശലന്മാരായിട്ടുള്ള ബലിദാനികൾ, നമുക്ക് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഈ ധീരരായിട്ടുള്ള ബലിദാനികളുടെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമേ ഒരുപടി കാവ്യപ്പൂക്കൾ അർപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ ചേർന്ന സംസ്ഥാന ശിബിരത്തിന്റെ തുടർച്ച എന്ന നിലക്കാണ് സംസ്ഥാനത്തെ 5 മേഖലകളിലും മണ്ഡലം ജനറൽ സെക്രട്ടറി ഉപരി കാര്യകർത്താക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മേഖലാ ശിബിരങ്ങൾ നാം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. നേരത്തെ സ്വാഗത അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായി മുന്നോടിയായിട്ടാണ് ഈ ശിബിരം സംഘടിപ്പിച്ചത്. ഒരർത്ഥത്തില് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അതിന്റെ ഗൃഹപാഠങ്ങൾ തയ്യാറാക്കാൻ, ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും വേണ്ടിയിട്ടാണ് ഈ ശിബിരം. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാറുള്ളത് തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. നമുക്ക് 2 യുദ്ധങ്ങളാണ് മുന്നിലുള്ളത്: പ്രാദേശിക തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. 2025, 2026. നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന 2025 കുറിച്ചാണ്. അതുകൊണ്ടാണ് മിഷൻ 2025 എന്ന് നമ്മുടെ പരിപാടികൾക്കൊക്കെ നാമകരണം ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തെ നയിക്കുന്നത്, ആ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് സൈനികരും ജനറൽമാരും. ഒരർത്ഥത്തിൽ സൈനികർക്കുള്ള ഒരു പരിശീലനമാണ്, ഒരു സൈനിക പരിശീലനം തന്നെയാണ് ഈ മേഖല പഠന ശിബിരം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശിബിരത്തിന്റെ സമാപനത്തോടുകൂടി ഈ നമ്മുടെ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന, സൈനികർക്ക് നേതൃത്വം കൊടുക്കുന്ന ജനറൽമാരാണ് ഈ മണ്ഡലം ജനറൽ സെക്രട്ടറി ഉപരി കാര്യകർത്താക്കന്മാരെന്ന് പറയുന്നത്. ഈ സമാരോഹം കഴിയുന്നതോടുകൂടി നമ്മുടെ അവനാഴിയിൽ ആധുനികമായിട്ടുള്ള അവനാഴിയിൽ നിറയെ ആയുധങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ആയുധ പരിശീലനം, സൈനിക പരിശീലനം, അത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ നടപ്പാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പാകുന്ന യുദ്ധം നമുക്ക് വിജയിക്കണം. നമ്മൾ പലപ്പോഴും തോൽക്കുന്ന യുദ്ധത്തിലെ തോൽക്കാത്ത പടയാളികളാണ് BJP പ്രവർത്തകർ. പക്ഷെ ഇപ്രാവശ്യം വിജയിക്കുന്ന യുദ്ധത്തിലെ വിജയശ്രീലാളിതരാകുന്ന പോരാളികളാണ് BJP പ്രവർത്തകർ. വിജയിക്കാൻ പോകുന്ന യുദ്ധമാണ് നമ്മൾ നടത്താൻ പോകുന്നത്.
ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് സംഘടനാ സംവിധാനം സക്രിയവും സജീവമാക്കാൻ വാർഡ് തല വികസിത ടീം നമ്മൾ രൂപീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പരിപാടികൾ സംസ്ഥാന നിർദ്ദേശാനുസരണം നാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രവർത്തനമായിരുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് അത് വിജയപൂർവം ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് നടപ്പാക്കാൻ കേരളത്തിൽ സാധിച്ചു എന്ന് അതിന്റെ ശില്പികളായിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഏതാണ്ട് 7 ലക്ഷത്തിലധികം പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ നമുക്ക് ഇത്തവണ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇതൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അതിനുശേഷം നവംബർ മാസം വരെയുള്ള ഭാവി പരിപാടികൾ ഇവിടെ വിവിധ നേതാക്കന്മാർ വിവിധ സെഷനുകളിലായിട്ട് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യത്തെ കുറിച്ച് നാം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, തീരുമാനമെടുത്തിട്ടുണ്ട്. മത്സരിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്നതല്ല, മത്സരിക്കുന്നതോടൊപ്പം വിജയിക്കാനും ഭരിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നാം ഇറങ്ങുന്നത്. നമ്മുടെ മുന്നിൽ വിജയിക്കുക, ഭരണത്തിലെത്തുക, ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായിട്ടാണ്, ലക്ഷ്യവുമായിട്ടാണ് നാം ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് വിജയം, ഭരണം, അതോടൊപ്പം തന്നെ വികസിത കേരളം എന്നുള്ള സ്വപ്നം, സങ്കല്പം, അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത്. 100% വ്യക്തത നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നമ്മെ സംബന്ധിച്ചുണ്ട്. തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് മാറാത്തത് മാറും എന്നുള്ളതാണ് നാം മുറുകെ പിടിക്കുന്നത്. ഈ തവണ നമുക്ക് കേരളത്തിൽ മാറാത്തതും മാറ്റണം. ആ ഒരു ഇച്ഛാശക്തിയുമായിട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും വികസിത കേരളം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. മാറാത്തത് മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം നമുക്കുണ്ട്. കാരണം അതനുസരിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യം, രാഷ്ട്രീയ ധ്രുവീകരണം നമ്മുടെ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഏറ്റവും നിഷ്പക്ഷമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ വിലയിരുത്തുന്ന, വിശകലനം ചെയ്യുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ ധ്രുവീകരണം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2014 ദേശീയ രാഷ്ട്രീയ രംഗത്ത് അടിസ്ഥാനപരമായ സമഗ്രമായ മാറ്റം ഉണ്ടായത്. 2014 ഇന്ത്യൻ രാഷ്ട്രീയം സമഗ്രമായ അടിസ്ഥാനപരമായ മാറ്റത്തിന് വിധേയമായത്. അതിനു മുമ്പിൽ 98, 2004 വരെ കാലഘട്ടങ്ങളിൽ അടൽജിയുടെ ഭരണം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ജനതാ പാർട്ടി ഭരിച്ചിരുന്നു. ഒക്കെ ശരിയാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി കേവല ഭൂരിപക്ഷത്തോടുകൂടി ആദ്യമായി അധികാരത്തിൽ വരുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ മാറ്റത്തിന് അടിസ്ഥാനപരമായ 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 67 വർഷത്തിന് ശേഷമാണ് ഭാരതം ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ വേദിയായി മാറുന്നത്. അതുവരെ രാജ്യം ഭരിച്ച, ഭൂരിപക്ഷ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ അധികാര കുത്തക അവസാനിച്ചു. തീവെട്ടിക്കൊലയും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം നിറഞ്ഞു നിന്ന് ഭാരതത്തെ എല്ലാ അർത്ഥത്തിലും തകർത്ത കോൺഗ്രസ് ഭരണത്തോടുള്ള ജനങ്ങളുടെ അമർഷം, മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹം, ഈ രണ്ടും ആണ് 2014 BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ മാറ്റത്തിന് ഭാരതം വേദിയായി മാറാൻ കാരണം. ഒന്ന്, നിലവിലുള്ള നാളിതുവരെ ഭരിച്ച ഭരണകൂടത്തോടുള്ള അതിശക്തമായ അമർഷം, മാറ്റത്തിനായുള്ള ആഗ്രഹം. ഇത് രണ്ടും ഈ ദേശീയ രാഷ്ട്രീയ രംഗത്ത് BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കും. പറയാൻ ആഗ്രഹിക്കുന്നു, 2014 ദേശീയ തലത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റം അത് 2025-26 വർഷങ്ങളിൽ
കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 2014 ദേശീയ തലത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിന് സമാനമായിട്ടുള്ളത് 2025-ലും 2026-ലും കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതായത് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഐതിഹാസികവും അത്ഭുതകരവുമായിട്ടുള്ള, അടിസ്ഥാനപരവുമായിട്ടുള്ള രാഷ്ട്രീയ വിജയം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ദേശീയ തലത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിന് രണ്ട് ഘടകം. ഒന്ന്, നിലവിലുള്ള ഭരണകൂടത്തോടുള്ള അമർഷം, മാറ്റത്തിന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ കേരളത്തിൽ ഇത് തന്നെയാണ്. CPM, കോൺഗ്രസ് അതിന് അധികാര കുത്തക അവസാനിക്കാൻ വേണ്ടി പോകുന്നു. നാളിതുവരെ കേരളം ഭരിച്ച കോൺഗ്രസ്, മാർക്സിസ്റ്റ് പാർട്ടികളുടെ കെടുകാര്യസ്ഥത, തീവെട്ടിക്കൊള്ള സ്വജനപക്ഷപാതം, അങ്ങനെ കേരളത്തെ എല്ലാ അർത്ഥത്തിലും തകർത്ത ഈ ജനവിരുദ്ധ, ദേശവിരുദ്ധ മാർക്സിസ്റ്റ് കോൺഗ്രസ് സർക്കാരിനോടുള്ള അമർഷം അതിവിടെയുണ്ട്. അതുപോലെ മലയാളികൾ മാറ്റത്തെ ആഗ്രഹിക്കുന്നു, മാറ്റത്തിനായുള്ള ആഗ്രഹം അതിവിടെയും പ്രകടമാണ്. മൂന്നാമതൊന്നുകൂടിയുണ്ട്, അമർഷവും ആഗ്രഹവുമാണ് ദേശീയ തലത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന്, BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന്, BJPക്ക് അനുകൂല രാഷ്ട്രീയ മാറ്റത്തിന് ഈ അമർഷവും ആഗ്രഹത്തിനും പുറമെ കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാരിന്റെ സൽഭരണത്തിന്റെ അനുഭവവും ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ മൂന്നാമത്തെ ഘടകമായി നാം കാണാൻ സാധിക്കും. ഇവിടെ അമർഷം, ആഗ്രഹം, അതോടൊപ്പം തന്നെ സൽഭരണത്തിൽ ഉള്ള അനുഭവം. ഇത് കേവലം നമ്മുടെ ആഗ്രഹമല്ല, യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലുണ്ടായിട്ട് ഇന്നത്തെ ഏറ്റവും ഒടുവിലെ കാലികമായ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി നോക്കിയാൽ ഇത് ശരിയാണെന്ന് നമുക്ക് വ്യക്തമാകും. 2024 കേരളത്തിൽ ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ ആരംഭം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ ആദ്യമായിട്ട് നമുക്ക് താമര വിരിയിക്കാൻ സാധിച്ചു. ആ തൃശ്ശൂരിൽ നാം അത്ഭുതം എങ്ങനെ ഉണ്ടാക്കി, ഐതിഹാസികമായ വിജയം എങ്ങനെ സൃഷ്ടിച്ചു. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഈ ആഗ്രഹമുണ്ട് അതിന്റെ പിന്നിൽ, ആഗ്രഹമുണ്ട്, അമർഷമുണ്ട്, അതുപോലെ അനുഭവമുണ്ട്. അതിന്റെ കൂടെ പല ഘടകങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിൽ നാം സ്വീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, മുന്നൊരുക്കങ്ങൾ, ഗൃഹപാഠങ്ങൾ, ഇതെല്ലാം തന്നെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തൃശ്ശൂർ നമ്മെ സംബന്ധിച്ചൊരു മാതൃകയാണ്. തൃശ്ശൂർ നമ്മെ സംബന്ധിച്ചൊരു മാതൃകയായതുകൊണ്ട് തൃശ്ശൂർ വിജയത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് കണ്ടെത്തി അത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാ വാർഡുകളിലും നമുക്ക് നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ തൃശ്ശൂർ കേരളം മുഴുവൻ ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് രാഷ്ട്രീയ മാറ്റം. 2014 മുതൽ ഭാരതത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ മാറ്റം അത് വീണ്ടും ആവർത്തിക്കും എന്ന് നമ്മുടെ എതിരാളികൾ പോലും സമ്മതിക്കുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, 2029-ലും 34-ലും 39-ലും എല്ലാം തന്നെ ഈ വിജയം തന്നെ ആവർത്തിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം BJPക്ക് പകരം വെക്കാൻ പറ്റിയ പാർട്ടിയുമില്ല. അതേപോലെ BJP നേതൃത്വം, അത് മോദിജി പകരം വെക്കാൻ പറ്റുന്ന നേതാവുമില്ല. അതുകൊണ്ട് ആ മാറ്റം, ആ പരിവർത്തനം, ആ രാഷ്ട്രീയ മാറ്റം ഇനി ആവർത്തിക്കും. അതെല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഇത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും INP സഖ്യവും മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തൃശ്ശൂർ വീണ്ടും അടുത്ത പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പും ആവർത്തിക്കുമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും INP സഖ്യവും കരുതുന്നു. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അവസാനത്തെ അടവെന്നുള്ള നിലയ്ക്ക് പലതും കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ പല വിവാദങ്ങളും ഉയർന്നു വന്നത്. ഈ വിജയത്തിന്റെ ആ ശോഭ മായ്ക്കാൻ വേണ്ടിയിട്ട്, മറക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞു തകരാറ് നമ്മുടെ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിന്. തെരഞ്ഞെടുപ്പ് യന്ത്രത്തിന്റെ വില തകരാറ്. BJP ജനങ്ങൾ വോട്ട് ചെയ്യാതെയാണ് BJP വിജയിക്കുന്നത്. കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, സമാജ്വാദി പാർട്ടി SPക്ക് വോട്ട് ചെയ്തവർ, അതേപോലെ തന്നെ ബീഹാറിലെ RJDക്ക് വോട്ട് ചെയ്തവർ,
അതൊക്കെ അവർ വോട്ട് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടേക്ക് പോകുന്നു? BJP താമരയിലേക്ക് പോകുന്നു. അതാ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ്. അത് ജനങ്ങൾ വോട്ട് ചെയ്യാതെയാണ് BJP വിജയിച്ചത്. അതായിരുന്നു ആദ്യത്തെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം, കോൺഗ്രസിന്റെ ആരോപണം. യന്ത്രത്തിനാണ് തകരാറ്. അതിപ്പോ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം രണ്ടാമത്തെ തകരാറും കണ്ടുപിടിച്ചു, വോട്ടർ പട്ടികയിലെ തകരാറാണ്. പക്ഷെ ഇപ്പൊ ആദ്യത്തേത് വ്യത്യസ്തത എന്താ? ആദ്യം ജനങ്ങൾ വോട്ട് ചെയ്യാതെയാണ് നമ്മൾ വിജയിച്ചത് എന്നായിരുന്നു ആദ്യത്തെ ആരോപണം. കാരണം BJPക്ക് വോട്ട് ചെയ്യുന്നില്ല, RJDക്ക് വോട്ട് ചെയ്യുന്നു, SPക്ക് വോട്ട് ചെയ്യുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, നമ്മൾ വിജയിക്കുന്നു. ഇപ്പം പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് BJP വിജയിക്കുന്നുണ്ട്. ഇപ്പൊ വോട്ട് ചെയ്ത് തന്നെയാണ് വിജയിക്കുന്നത്. പക്ഷേ അർഹതയില്ലാത്തവർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യത്തേതിന് കോൺട്രഡിക്ഷനാണ്, വിരുദ്ധമാണ് രണ്ടാമത്തെ ആരോപണം. ഏതായാലും പ്രശ്നം ആദ്യം യന്ത്രത്തിന്റെ തകരാറ്, രണ്ട് പട്ടികയുടെ തകരാറ്. ഏതായാലും BJPയുടെ വിജയം യന്ത്രത്തിന്റെയോ പട്ടികയുടെ തകരാറല്ല, അടിസ്ഥാനപരമായ തകരാറ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമാണ് എന്ന കാര്യത്തിൽ സംശയം. ഇത് ഇന്ത്യയിൽ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് ബീഹാറിന്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ എഴുതി വെച്ച 3-2 ഭൂരിപക്ഷത്തോട് ബീഹാറിലും ദേശീയ ജനാധിപത്യ സഖ്യമതിയാക്കി. അത് സംശയം വേണ്ട. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തകരാറ് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആവർത്തനം 2014 രാഷ്ട്രീയ മാറ്റത്തിന്റെ ആവർത്തനത്തെ പ്രതിരോധിക്കാനാണ് ഈ കള്ളപ്രചരണം. ഇതിന്റെ ചുവട് വെച്ചുകൊണ്ടാണ് തൃശ്ശൂരിലെ രാഷ്ട്രീയ മാറ്റം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തൃശ്ശൂരിൽ ജയിച്ചത്. കൃത്രിമത്തിലൂടെയാണ്. പട്ടികയിൽ യന്ത്രം പറഞ്ഞിട്ടില്ല, പട്ടികയിലെ കൃത്രിമാണെന്നാ പറയുന്നത്. തൃശ്ശൂർ ആവർത്തിക്കണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇതിനെയും ഈ തൃശ്ശൂരിലെ വിജയത്തിന്റെ ആവർത്തനത്തെ തടയാൻ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും സാധ്യമല്ല എന്ന് വളരെ വ്യക്തം. ഇപ്പൊ നോക്കൂ, മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വം, തെരഞ്ഞെടുപ്പ്, അവരുടെ ഭരണത്തിന്റെ പരാജയം, ഇതെല്ലാം ഇപ്പൊ പ്രകടമായി മാറുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ നട്ടലുയർത്തിക്കൊണ്ട് നേരിടാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല, കോൺഗ്രസിന് കഴിയില്ല. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് BJPയെ പ്രതിരോധിക്കാനാണ് ദേശീയ തലത്തിലും അതിന്റെ ചുവട് വെച്ചുകൊണ്ട് കേരളത്തിലും ഈ IND സഖ്യം കോൺഗ്രസും CPM കോൺഗ്രസും മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കേരളത്തിൽ ഭരണത്തിന്റെ വിജയത്തെ കുറിച്ച് CPM-നോ LDF-നോ ഒന്നും അവകാശപ്പെടാനില്ല. ഞാനത് എല്ലാവർക്കും മണ്ഡലം ജനറൽ സെക്രട്ടറി ഉപരി കാര്യകർത്താക്കന്മാരായതുകൊണ്ട് ഭരണപരാജയത്തെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സർവ്വരംഗത്ത് പരാജയപ്പെട്ട ഗവൺമെന്റ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ധനകാര്യ ആരോഗ്യ മേഖല പോയി, വിദ്യാഭ്യാസ മേഖല പോയി, സാമ്പത്തിക മേഖല, എല്ലാവരും കാർഷിക മേഖല, വ്യാവസായിക മേഖല, സർവ്വ മേഖലയും ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെയായി മാറിയിരിക്കുന്നു. ഏറ്റവും അപകടം നമ്മുടെ സാമ്പത്തിക മേഖല നോക്കിയപ്പോ നമ്മുടെ ധനകാര്യ വകുപ്പും ധനകാര്യ മന്ത്രിക്കും ഒറ്റ വിചാരം, ഒറ്റ പ്രവർത്തനം നടക്കുന്നുള്ളൂ എന്നാണ് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പില് ഒരു കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. ഈ മാസം എത്ര കടം വാങ്ങാം, അടുത്ത മാസം എത്ര കടം വാങ്ങാം. കടം വാങ്ങാനുള്ള പരിപാടി എന്താ? ഈ പ്രാവശ്യം 3000 കോടിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം 4000 കോടി, അടുത്ത മാസം 4500 കോടി. ഈ കടം വാങ്ങാനുള്ളതിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഗവേഷണങ്ങളുമാണ് നമ്മുടെ ധനകാര്യ വകുപ്പിൽ ധനമന്ത്രിയുടെ നേതൃത്വം നടക്കുന്നത്. ബാക്കി ഈ നാടിന്റെ വികസനം, ജനക്ഷേമം ഒന്നും തന്നെ ഈ നമ്മുടെ ധനകാര്യ വകുപ്പിൽ നടക്കുന്നില്ല. ഇത്രമാത്രം പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭരണ പരാജയത്തിൽ നിന്ന്, അതുമൂലം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പിണറായി സർക്കാർ, CPM-ഉം LDF-ഉം ഈ ആത്മരക്ഷാർത്ഥം ഇപ്പൊ പലതും ചെയ്യുകയാണ്. ഗതികെട്ടാ പുല്ലും തിന്നും എന്നുള്ളത് ഒരുപക്ഷെ പണ്ട് നമ്മള് പ്രൈമറി ക്ലാസ്സുകളിൽ കയ്യക്ഷരം നന്നാക്കാൻ അധ്യാപകന്മാർ കോപ്പിയിൽ ആദ്യത്തെ വരി എഴുതി തരാറുണ്ട്. നമ്മൾ അത്രമാത്രമേ അർത്ഥം കൽപ്പിക്കാറുള്ളൂ. ഇപ്പോ പിണറായി വിജയന്റെയും LDF-ന്റെയും CPM-ന്റെയും ഗതികേട് കാണുമ്പോൾ ഗതികെട്ടാ പോലെ പുല്ലും തിന്നും എന്നത് കയ്യക്ഷരം നന്നാക്കാനുള്ള അർത്ഥവാക്യം മാത്രമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മണ്ഡലകാലത്തിലല്ലാതെ സ്വാമി ശരണം ശരണം വന്നയ്യപ്പ, സ്വാമി അല്ലാതെ ഒരു ശരണമില്ല, ഇതാ നമ്മൾ വിളിക്കുന്നത്.
ഇതുവരെ മാസിറ്റിയാരും പിണറായി വിളിച്ചിട്ടില്ല. ഇപ്പൊ പിണറായി വിജയൻ വിളിക്കുന്ന മുദ്രാവാക്യം ഇപ്പം ശരണം വിളിയാ. സ്വാമി ശരണം, ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ല എന്നാണ്. ശബരിമല അയ്യപ്പനിൽ അഭയം കണ്ടെത്താനാണ് ഇപ്പോ ശ്രമിക്കുന്നത്. പക്ഷെ ഈ ആത്മാർത്ഥ ഇല്ലായ്മ അയ്യപ്പന് മനസ്സിലാകും എന്ന് പിണറായി വിജയൻ അറിയില്ല. കാരണം കേരളത്തില് അയ്യപ്പ ശാപമേറ്റ ഗവൺമെന്റാണ്, മുഖ്യമന്ത്രിയാണ് പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ്. നമ്മളിപ്പോ അയ്യപ്പ ഭക്തജന സംഗമത്തിലേക്ക് പോവുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടി. മാത്രമല്ല നേരത്തെ സ്വീകരിച്ച നിലപാട് നമ്മെ സംബന്ധിച്ച് ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡോ അല്ലെ എന്തോ അയ്യപ്പ ഭക്തജന സംഘം സംഘടിപ്പിക്കുന്ന BJP എതിരല്ല. ആവശ്യമുള്ളവർക്ക് പോകാതിരിക്കാം. പക്ഷെ ഇക്കാര്യത്തിൽ സംസ്ഥാനം ഇനി ഇതൊരു ആത്മാർത്ഥതയോടെയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താ? ആ ആത്മാർത്ഥത ഗവൺമെന്റ് തെളിയിക്കണം. എന്താ പ്രധാന പ്രശ്നം? ശബരിമലയില് ഇതുവരെ അവർ സ്വീകരിച്ചിരിക്കുന്നത് വിശ്വാസവിരുദ്ധവും ആചാര ലംഘനവും ആയിരുന്നു. ഏറ്റവും ഒടുവിൽ 2019 ഫെബ്രുവരി 6 സുപ്രീം കോടതിയില് റിവ്യൂ പെറ്റീഷൻ വന്നപ്പോ പിണറായി വിജയന്റെ ഗവൺമെന്റും ദേവസ്വം ബോർഡും കൊടുത്ത അഫിഡവിറ്റ് പറയുന്നത് അവിടെ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നാണ്. ഈ യുവതീ പ്രവേശനം എന്നുള്ളത് വിശ്വാസവിരുദ്ധമാണ്, ആചാര ലംഘനമാണ്. നമ്മൾ ആകെ ചോദിക്കുന്നത് ഇപ്പൊ അന്താരാഷ്ട്ര ശബരിമല ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പറയണം, ഞങ്ങള് ഈ വിശ്വാസ വിരുദ്ധതയിൽ നിന്ന്, ആചാര ലംഘനത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിരിക്കുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകൂ. 2019 ഫെബ്രുവരി 6 സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള യുവതികൾക്ക് പ്രവേശനം നൽകാം, രഹന ഫാത്തിമയ്ക്കും അതുപോലെ തന്നെ ബിന്ദു അമ്മണിക്കൊക്കെ ശബരിമലയിൽ പോകാൻ അനുവാദവും അനുമതിയും നൽകുന്ന അഫിഡവിറ്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതി കൊടുത്തത്. ഈ അന്താരാഷ്ട്ര അയ്യപ്പ ഭക്തജന സംഗമത്തിൽ സംഘടിപ്പിക്കുന്ന സമയത്ത് ഈ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കാൻ ഗവൺമെന്റും ദേവസ്വം ബോർഡ് തയ്യാറാവോ? തയ്യാറാണ്ടേ? അതിനെക്കുറിച്ച് അഭിപ്രായം ആദ്യം അത് പറയണം, എന്നിട്ട് തിരുത്താൻ, എന്നിട്ട് അഫിഡവിറ്റ് കൊടുക്കാം. രണ്ടാമത് മറ്റൊന്ന് പ്രത്യേകത എന്താ യുവതീ പ്രവേശനത്തിന് CPM ഇത്രയും വലിയ കഠിനമായിട്ടുള്ള പ്രയത്നവും പ്രവർത്തനം നടത്താൻ കാരണം പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് ഇക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റി എന്നാ പറഞ്ഞത്. സമത്വം, സ്ത്രീക്കും പുരുഷനും സമത്വം ഉണ്ടാകണം. ജെൻഡർ ഇക്വാലിറ്റിയാണ് പ്രശ്നം. കാരണം കമ്മ്യൂണിസം ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നു എന്നാണ് അവരുടെ തത്വജ്ഞാനികൾ പറഞ്ഞത്. ഇപ്പൊ നോക്കട്ടെ, ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ശബരിമലയില് ഏറ്റവും കൂടുതൽ സമത്വം നമ്മുടെ നിലകൊള്ളുന്ന ഒരു ആരാധനാലയാണ്. നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ആധാരമായിട്ടുള്ള ഞാനും നീയും രണ്ടില്ല ഒന്നാണ് എന്നുള്ള അദ്വൈതം, അപ്പൊ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനവും ആധാരവുമായിട്ടുള്ള അദ്വൈതത്തിന്റെ ഏറ്റവും പ്രതീകാത്മകത നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന ശബരിമലയിലാണ്. അകത്തുള്ളതും പുറത്തുള്ളതും അയ്യപ്പനാണ്, രണ്ടും ഒന്നാണ്, നിന്നിൽ തന്നെയാണ് ദൈവം കുടികൊള്ളുന്നത്, ദൈവവും നീയും ഒന്നാണെന്നുള്ള അദ്വൈത ഭാവം സൃഷ്ടിക്കാൻ നമ്മുടെ വേദങ്ങളുടെ ശില്പികള്, ഋഷീശ്വരന്മാര് അന്ന് മുതലേ ആരംഭിച്ച പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രായോഗിക രൂപമാണ് ശബരിമല ദർശനവും ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനവും. ഇവിടെ സമത്വം, അവിടെ എല്ലാം ഒന്നാണ്. പക്ഷെ ഇപ്പോ പിണറായി വിജയൻ ഈ സമത്വം ഇല്ല, ചില പ്രായത്തിലുള്ള സ്ത്രീകളെ അവരെ പ്രവേശിപ്പിക്കുന്നതിലൂടെ, സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ട്, ഇക്വാലിറ്റി സമത്വം ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 10,000-കണക്ക് അയ്യപ്പ ഭക്തന്മാർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അത് NSS ആയാലും SNDP ആയാലും KPMS ആയാലും എല്ലാ വിഭാഗം വിശ്വാസികളെ ജയിലിലടക്കാനും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കാനും കള്ളക്കേസ് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പം ഈ സംഗമത്തിലൂടെ എന്താ, ദൈവത്തിന്റെ മുന്നിൽ, അയ്യപ്പന്റെ മുന്നിൽ എല്ലാവരും ഒന്നല്ല. എന്താ, ചിലയാള് പ്ലാറ്റിനം അയ്യപ്പൻ, ചില ആൾക്കാർ ഗോൾഡ് അയ്യപ്പൻ, സ്വർണ്ണ അയ്യപ്പൻ, വെള്ളി അയ്യപ്പൻ, ഡയമണ്ട് അയ്യപ്പൻ. ഇപ്പൊ അയ്യപ്പന്മാരെ വിഭജിച്ചിരിക്കുക. 10 ലക്ഷം മുതൽ 3 കോടി വരെ കൊടുക്കുന്ന അയ്യപ്പന്മാർക്ക് പ്രത്യേകം. അപ്പം ആദ്യമായിട്ടാണ് ശബരിമലയിൽ
അയ്യപ്പൻ എന്നുള്ള എല്ലാവരും അയ്യപ്പന്മാരാണെന്നുള്ള കാഴ്ചപ്പാടിന് പകരം ഇപ്പോ പ്ലാറ്റിനം അയ്യപ്പൻ, സ്വർണം അയ്യപ്പൻ, വെള്ളി അയ്യപ്പൻ, ഓട അയ്യപ്പൻ, ആ തരത്തിൽ പാവപ്പെട്ട സാധാരണ അയ്യപ്പൻ വേറെ. അപ്പൊ സമത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുക, ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ആധാരമായിട്ടുള്ള ഈ അദ്വൈതത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന അതെ ആചാര അനുഷ്ഠാന വിശ്വാസത്തിനെതിരാണ് ഈ നിലപാട്. പക്ഷെ ഇതൊക്കെ പിൻവലിക്കാൻ തയ്യാറാവും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് നമ്മെ സംബന്ധിച്ച് ഈ സംഗമം സംഘടിപ്പിക്കുക വേറെ കാര്യം. പക്ഷെ ഇത് ആത്മാർത്ഥത കൂടിയല്ല. ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഇതൊക്കെ അവർ തെളിയിക്കണം. അതോടൊപ്പം ഇപ്പൊ ഈ ഇരിക്കുന്ന സ്റ്റേജിലെ BJP നേതാക്കന്മാർ, അവിടെ ഇരിക്കുന്നവരെല്ലാവരും 100 കണക്കിന് കേസ് പ്രതിയാണ്. നാമസങ്കീർത്തന സ്ത്രീകൾ ഉൾപ്പെടെ നമ്മുടെ സഹോദരിമാർ ഉൾപ്പെടെ നാമസങ്കീർത്തനത്തോടു കൂടിയാണ് പ്രതിഷേധം നടത്തിയത്. അവരെല്ലാം ഇന്ന് കേസുകളിൽ പ്രതിയാണ്. ഈ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ കള്ളക്കേസുകളും പിൻവലിക്കാൻ തയ്യാറാവൂ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് PFIയും SDPIയും കേരളത്തിൽ വ്യാപകമായിട്ട് അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. അതില് കൊള്ളയുണ്ട്, കൊള്ളിവെപ്പുണ്ട്, ആക്രമണം പലതുണ്ട്. ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമമുണ്ട്. പക്ഷെ ഈ കേസുകളൊക്കെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് ചുമത്തപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ പേരിൽ ചുമത്തപ്പെട്ട പ്രവർത്തകരുടെ പേരിൽ ചുമത്തപ്പെട്ട എല്ലാ കേസുകളും പിൻവലിച്ച പിണറായി വിജയൻ ശബരിമല കേസ് ഒന്നും തന്നെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അത് പിൻവലിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നതാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച മറ്റൊന്നും പറയാനില്ല. ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരം ചെപ്പടി വിദ്യകൾ നടക്കുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കാലിക രാഷ്ട്രീയം പോലും ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനത്തെ, പരാജയത്തെ, അവരുടെ രാഷ്ട്രീയമായ പാപ്പരത്വത്തെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത പരമ്പരാഗതമായി വോട്ട് ജനങ്ങൾ, സാധാരണക്കാർ, പാവപ്പെട്ടവർ, കർഷകർ, കർഷക തൊഴിലാളികൾ അവരെല്ലാം തന്നെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതേസമയത്ത് പിണറായി വിജയനോടുള്ള അവരുടെ ഗവൺമെന്റ് അമർഷം അവരിലുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാവപ്പെട്ട പ്രവർത്തകർ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ അനുഭവിക്കുന്നവരാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക്, NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന കാര്യം സംശയമില്ല. ഇതാണ് തൃശ്ശൂരിൽ 2024 നടന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കുറഞ്ഞു. ഇതേ സമയത്ത് ഞാൻ കോൺഗ്രസിനെ സംബന്ധിച്ചു, ഞാൻ കോൺഗ്രസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഒടുവില് ഇപ്പൊ രാഹുൽ ഇഷ്യൂ നിലനിൽക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇന്ന് പറഞ്ഞിരിക്കുന്ന അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ രാഹുലിനെ നിയമസഭ അകത്ത് പോകുന്ന സമയത്ത് പുറത്തും സംരക്ഷിക്കുന്ന, അതായത് കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കും. ഇതിന്റെ അർത്ഥം കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ തന്നെ, അത് മുകേഷിന്റെ ഇഷ്യൂവിലായാലും അത് മറ്റു ഏത് നേതാവിന്റെ ഇഷ്യൂവിലായാലും വേട്ടക്കാരോടൊപ്പമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. അതാണ് നമ്മുടെ എതിർപ്പ്. ഞാൻ ഓരോ വ്യക്തിയുടെയും താക്കോൽ ദ്വാരത്തിലൂടെ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വേട്ടക്കാരോടൊപ്പമാണ് മാർക്സിസ്റ്റ് പാർട്ടി, ഇരകളോടൊപ്പം ആയിരുന്നില്ല. പക്ഷെ അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത്. ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ ഇരിക്കാൻ കൊള്ളരുതാത്ത ആള് എങ്ങനെയാ MLA സ്ഥാനത്തിരിക്കുക? ഈ MLA ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് പുറത്താക്കി. എന്നാൽ ഇയാൾ ഏത് പാർട്ടിന്റെ MLA? നാളെ KPCC പ്രസിഡന്റിനോട് ചോദിക്കുന്നു, ഈ രാഹുൽ മാക്കൂട്ടത്തിൽ ഏത് പാർട്ടിയുടെ MLA? അത് ഉത്തരം പറയണ്ടേ? ഏത് പാർട്ടിയുടെ MLA? കോൺഗ്രസിന്റെ MLA, ഞങ്ങളുടെ പാർട്ടിയുടെ MLA. ഞങ്ങളുടെ പാർട്ടിയുടെ MLA എന്നൊരു ഭാഗത്ത് പറയുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ പോഷക സംഘടന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി, പ്രാഥമിക അംഗത്വത്തിൽ മാറ്റി, ഇതിനെന്താ അർത്ഥമുള്ളത്? ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പരിഹസിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുക. ദേശീയ തലത്തിലും ഇങ്ങനെ അവർ ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടതാണ്. ഇപ്പൊ കോൺഗ്രസിനകത്തുള്ളവര്, അത് ഉമാ തോമസിനെ മാത്രം നിങ്ങൾ നോക്കണ്ട. ഈ ഉമാ തോമസ്, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, ഇവരൊക്കെ തന്നെ ഇതിനോട് അമർഷവും പ്രതിഷേധമുള്ള ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് മഹിളകളുടെ പ്രതിഷേധവും വികാരവും അമർഷവുമാണ് അവരിലൂടെ പ്രകടമായിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, BJPയും കോൺഗ്രസും ഞാൻ ചെറിയൊരു താരതമ്യം മാത്രം നോക്കുക. നമ്മൾ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. കാശ്മീരിന്റെ മണ്ണിൽ 26 നിരപരാധികൾ കൊല്ലപ്പെട്ടു. ആ 26 കൊല്ലപ്പെട്ടവരുടെ സഹോദരിമാരുടെ, അമ്മമാരുടെ
അവരെ കുറിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചിന്തിച്ചത്, BJP ചിന്തിച്ചത്. എന്താ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, ഈ ഓപ്പറേഷൻ സിന്ദൂർ കേരളത്തിലെ ഭാരതത്തിലെ കോടിക്കണക്കിന് അമ്മമാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. നിങ്ങൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ നമ്മുടെ ഭാരതത്തിലെ അമ്മമാർ, സഹോദരിമാർ, അവരുടെ ആത്മാഭിമാനം, ആത്മവിശ്വാസം ആകാശത്തോളം ഉയർന്നു. നാം സ്ത്രീകളെ പോലെ അവർ ആത്മാഭിമാനം ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു. 11 വർഷത്തെ ഭരണത്തിനിടയിൽ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ, ആത്മവിശ്വാസത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിനപ്പുറത്ത് ഓപ്പറേഷൻ സിന്ദൂർ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർക്ക് അനുഭവത്തിനുണ്ട്. ഇതാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള വ്യത്യാസം. CPM-നും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ IND സഖ്യത്തിന് ഒരേ അഭിപ്രായമുള്ളത്. രാഹുൽ മാക്കൂട്ടത്തിന് സംരക്ഷിക്കാനുള്ള എല്ലാ കവചങ്ങളും സൃഷ്ടിച്ചതാര കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയെ. അതുകൊണ്ടാണ് മുകേഷിനെ കോൺഗ്രസ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇവരുടെ നിലപാട് ഒന്നു തന്നെയാണ് എന്നതിലൂടെ വ്യക്തമാകും. ഞാൻ സൂചിപ്പിച്ചത്, എല്ലാ അർത്ഥത്തിലും തകർന്ന കോൺഗ്രസിനെതിരെ പരമ്പരാഗതമായി അവർക്ക് വോട്ട് ചെയ്ത വലിയ വിഭാഗം ആളുകൾ, അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധ്യമല്ല. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്, NDA ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, കാലാകാലമായി കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്ത വലിയ വിഭാഗം, ബഹുഭൂരിപക്ഷ വിഭാഗം, അവർക്ക് ഈ സ്വന്തം പാർട്ടികളോടുള്ള അമർഷം, മാറ്റത്തിനായുള്ള ആഗ്രഹം, അതേപോലെ തന്നെ 11 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ അതിലുള്ള അനുഭവം സ്വാഭാവികമായും ഈ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് അവരെ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഞാനിവിടെ സൂചിപ്പിച്ചത്, നമ്മുടെ വിജയം, നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. കേരളത്തിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയും ഏതാണ്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആകെ കോൺഗ്രസ് ഭരണമുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും 28 ലോകസഭാ മണ്ഡലങ്ങളുള്ള കർണാടക. അതിനപ്പുറത്ത് ഞാൻ 8 വർഷം പ്രഭാരിയായിട്ടുള്ള 17 ലോകസഭാ മണ്ഡലങ്ങളുള്ള തെലങ്കാന. 28ഉം 17ഉം ഗണിതശാസ്ത്രം പഠിച്ചു 45. സാഹിത്യവും മലയാള സാഹിത്യവും ഒക്കെയാണ് ശ്രീശേഷന്റെ വിഷയം. നമ്മൾ ശ്രീശേഷം പഠനത്തിൽ പറയില്ല. ഇപ്പൊ 45. പിന്നെ ഭരണത്തിലുള്ളത് 4 സീറ്റുള്ള ഹിമാചൽ പ്രദേശ്. 540 ലോകസഭാംഗങ്ങളുള്ള ഭാരതത്തിൽ കേവലം 49 സീറ്റ് ലോകസഭാ സീറ്റുള്ള 3 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് സ്വന്തമായി ഭരണം നടത്തുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ ഉപേക്ഷിച്ചു. അതേപോലെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും. നമുക്ക് എല്ലാവർക്കും അറിയാം, 34 വർഷത്തെ ബംഗാൾ ഭരണം, 25 വർഷത്തെ ത്രിപുര ഭരണം. ഈ ബംഗാളിലെ കോൺഗ്രസ് വേഴ്സസ് CPM ആയിരുന്നു. ത്രിപുരയിലും കോൺഗ്രസ് വേഴ്സസ് CPM, CPM വേഴ്സസ് കോൺഗ്രസ്. ഇതായിരുന്നു അവിടുത്തെ രാഷ്ട്രീയം. അത് മാറിയിട്ട് ബംഗാളിൽ TMC വേഴ്സസ് BJP ആണ്. ത്രിപുരയിൽ ഏറ്റവും ഒടുവിലത്തെ സഖ്യം BJP വേഴ്സസ് ആരുമില്ല എന്നുള്ളത് സത്യം. BJP അജാത ശത്രു എന്ന രീതിയിലേക്ക് ത്രിപുരയിൽ മാറുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ട്, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ മാലിന്യമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും. ഈ മാലിന്യം മുഴുവൻ അടിഞ്ഞുകൂടിയിരിക്കുന്നത് കേരളത്തിലാണ്. അവിടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഇന്ന് കാണുന്ന മാരക രോഗങ്ങൾക്കും മാറാരോഗങ്ങൾക്കും എല്ലാ കാരണം ഈ 2 രാഷ്ട്രീയ മാലിന്യങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ കടമയേറ്റ തെരഞ്ഞെടുപ്പില് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുചിത്വം, അല്ലെ? നമ്മുടെ പരിസരങ്ങള് എല്ലാ വീട്ടിലും, നഗരത്തിലും, ഗ്രാമത്തിലും എല്ലാം ശുചിത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ശുചിത്വം കൊണ്ട് മാത്രം കേരളം രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ എന്നാണോ കേരളത്തിൽ ഈ രാഷ്ട്രീയ മാലിന്യങ്ങളെ എന്നേക്കുമായി തുടച്ചു നീക്കുന്നത്, അന്ന് മാത്രമേ കേരളം രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് രാഷ്ട്രീയ ഈ സ്വച്ഛ് ഭാരത് എന്നുള്ളതിന് പകരം സ്വച്ഛ് കേരളം,
ആ വികസിത കേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേരളത്തിൽ ഡംപ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ ഈ വരുന്ന 2025 പ്രാദേശിക തെരഞ്ഞെടുപ്പ്, തുടർന്ന് കിടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ രാഷ്ട്രീയ മാലിന്യങ്ങളെ തുടച്ചു നീക്കാൻ സാധിക്കണം. ഏതായാലും നമ്മൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, 2014 രാഷ്ട്രീയ മാറ്റത്തിലൂടെ എങ്ങനെയാണോ കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കപ്പെട്ടത്, അതേപോലെ 2025 2026 ഒരു മാർക്സിസ്റ്റ് കോൺഗ്രസ് മുക്ത കേരളം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. അതുവഴി വികസിത കേരളം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. ഈ വികസിത കേരളം യാഥാർത്ഥ്യമാകുമ്പോൾ വികസിത കോഴിക്കോടും വികസിത കണ്ണൂരും വികസിത കാസർഗോഡും യാഥാർത്ഥ്യമാകും. അതിന് തൊട്ടു താഴെ വികസിത ദേലമ്പാടിയും വികസിത എണ്ണകജയും, അതുപോലെ തന്നെ വികസിത കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും, അതുപോലെ വികസിത തൃപ്പങ്ങോട്ടൂരും, അതുപോലെ വികസിത ചെങ്ങോട്ടുകാവും ഒക്കെ യാഥാർത്ഥ്യമാകും. ഈ രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ ജീവിതത്തിലും മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് 2014 മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ കേരളത്തിൽ രണ്ട് മുന്നണികളും കേരളത്തിൽ നമ്മുടെ ഒരു 50 കൊല്ലത്തേക്ക് പിന്നോട്ടേക്ക് നയിച്ചിരിക്കുകയാണ്. അവിടെ ഭാരതത്തിൽ സംഭവിക്കുന്നത് പോലെ വികസനത്തിലും ജനക്ഷേമത്തിലും കേരളം മുന്നോട്ട് വരാൻ സാധിക്കണം. നിക്ഷേപം വേണം, തൊഴിൽ വേണം, തൊഴിലവസരം വേണം, കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും പൂത്തുലഞ്ഞാടണം. അങ്ങനെ സമൃദ്ധമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ഒരു കേരളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. തീർച്ചയായും നരേന്ദ്രമോദിയുടെ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, NDA ഒരു വികസിത കേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. വികസിത ഗ്രാമപഞ്ചായത്തുകളും വികസിത മുനിസിപ്പാലിറ്റികളും വികസിത കോർപ്പറേഷനുകളും സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. ആത്മവിശ്വാസവും ഈ ഒരു ദൃഢപ്രതിജ്ഞ, ഈ മാറ്റം ഒരു സാധാരണ രീതിയിൽ പ്രവർത്തനം കൊണ്ട് സാധ്യമല്ല. ഒരു വളരെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം, കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഈ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. നമ്മുടെ ഈ വികസിത കേരളം എന്നുള്ളത് മാറ്റാൻ നമ്മൾ മാറ്റും. അതിന് കഠിന അധ്വാനം ആവശ്യം. ഇവിടെ ഈ വികസിത കേരളം, അതുപോലെ ജനക്ഷേമം എന്നൊക്കെ പറയുന്നത് ഭാരതത്തിന്റെ ആ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തെ ഏകാത്മ മാനവ ദർശനം. ഏകാത്മ മാനവ ദർശനത്തിന്റെ ഭാഗം തന്നെയാണ് ഈ വികസിത ഭാരതം, വികസിത കേരളം, ജനക്ഷേമം എന്നൊക്കെ പറയുന്നത്. സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവന് ആദ്യ പരിഗണന നൽകണം, അവന്റെ വികസനമാണ് നാം ആദ്യം കാണേണ്ടത് എന്ന് ദീനദയാലി നമുക്കായി പ്രദാനം ചെയ്ത ഏകാത്മ മാനവ ദർശനത്തിന്റെ കാതൽ അടിസ്ഥാനമാണ്. ആണ് വികസിത ഭാരതവും ജനക്ഷേമവും, വികസിത കേരളവും ജനക്ഷേമവും നമ്മുടെ ഏകാത്മ മാനവ ദർശനം എന്ന നമ്മുടെ ദീനദയാൽ ഉപാധ്യായ നമുക്കായി നൽകിയിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണ്, ആധാരമാണ്. അത് സൃഷ്ടിക്കാൻ നാം ബാധ്യസ്ഥരാണ്. മാത്രമല്ല ഇത് കേരളത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാകും. അത് വളരെ നേരെ സൂചിപ്പിച്ചതുപോലെ വളരെ ത്യാഗോജ്വലമായിട്ടുള്ള കഠിന അധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. ഈ ഒരു വികസിത കേരളം എന്ന് പറയുന്നതാണ് കേരളത്തെ സംബന്ധിച്ച് വസന്തം എന്ന് പറയുന്നത്. ആ വസന്തം വേണമെങ്കിൽ സൃഷ്ടിക്കണമെങ്കിൽ അത് മടിയന്മാർക്ക് സാധ്യമല്ല. നമ്മുടെ ഏകാത്മ മാനദർശനത്തിന് ശില്പി, നമ്മുടെ ക്രാന്തദർശിയും ദാർശനികമായിട്ടുള്ള ദീനദയാൽ പറഞ്ഞത് ഏറ്റവും നല്ല യുഗം കൃതയുഗം. ആ കൃതയുഗം സൃഷ്ടിക്കണമെങ്കിൽ കർമ്മനിരതരായ ആളുകൾക്ക് മാത്രമേ കൃതയുഗം സൃഷ്ടിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് വസന്തം അത് നിഷ്ക്രിയരായവർക്കല്ല, വസന്തം എത്തുന്നത് സക്രിയമായവർക്ക് മാത്രമേ അവർക്ക് വസന്തത്തെ കൊണ്ടുവരാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ തൃശ്ശൂരിലെ വിജയം വോട്ടർ പട്ടിക പേര് ചേർത്തു മതി. എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിൽ സംഘടനാ സംവിധാനം ഉണ്ടാക്കി അവരെ സജീവമാക്കി. 2, ആദ്യം പ്രവർത്തകന്മാരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി വിജയിക്കും. ജനങ്ങളിലും ആത്മവിശ്വാസം ഉണ്ടാക്കി. ജനങ്ങൾക്കൊക്കെ അറിയാം BJP വന്ന മാറ്റം ഉണ്ടാകും. പക്ഷെ എന്താ ചോദ്യം, ജനങ്ങൾക്ക് ജയിക്കൂ എന്നുള്ളത്. പക്ഷേ തൃശ്ശൂരിൽ ജനങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ പ്രവർത്തകർ ആത്മവിശ്വാസം ഉണ്ടാക്കി, ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി. ഈ ഒരു കഠിനം, എന്നിട്ടോ പോളിംഗ് ദിവസം ഈ ചേർത്തവരെയും എല്ലാവരെയും ഈ സമാന്തര വോട്ടർ പട്ടിക വിശദീകരിക്കും. നമുക്ക് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും പോളിംഗ് ബൂത്തിൽ ഒരാൾ പോലും ഇല്ലാതെ എത്തിച്ചു. അങ്ങനെയാണ് വിജയം കരസ്ഥമാക്കിയത്. വടക്കനാഥന്റെ മണ്ണിൽ താമര വിരിഞ്ഞത്. ഇതാണ് ഓരോ വാർഡിലും നമുക്ക് നടപ്പാക്കേണ്ടത്. നമ്മുടെ കാര്യകർത്താക്കന്മാരുടെ ആത്മവിശ്വാസം, അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ആത്മവിശ്വാസം. ഇവിടെ നമ്മുടെ വോട്ട് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച വിവിധ തരം വോട്ടുകളുണ്ട്.
അത് ജാതിപരമായ വോട്ടുകൾ, മതപരമായ വോട്ടുകൾ, അങ്ങനെ ജോലി സംബന്ധമായി ജനങ്ങൾ പല വിഭാഗങ്ങളുണ്ട്. അവരിലൊക്കെ എത്തിക്കൊണ്ട് പുതിയ ഈ BJPയുടെ NDAയുടെ വികസിത കേരളം എന്ന സന്ദേശം, മാറാത്തത് മാറ്റുന്ന സന്ദേശം, മാറ്റത്തിന്റെ സന്ദേശം, അത് ഓരോ വോട്ടറിലും എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ വാർഡുകളിൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. നമ്മൾ മാക്സിമം പഞ്ചായത്തുകൾ നമുക്ക് ഭരിക്കണം, മാക്സിമം മുനിസിപ്പാലിറ്റി ഭരിക്കണം, കോർപ്പറേഷനുകൾ നമുക്ക് ഭരിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ ബഹുഭൂരിപക്ഷം വാർഡുകളിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. മാത്രമല്ല എല്ലാ വാർഡുകളിലും നരേന്ദ്രമോദിക്ക്, BJPക്ക്, NDAക്ക് വോട്ട് ചെയ്യാനുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാണ്. എല്ലാ വാർഡുകളിലും അവിടെ 5 പ്രവർത്തകരോ 3 പ്രവർത്തകരോ നോക്കിയിട്ട് കാര്യമില്ല. വോട്ട് ചെയ്യാൻ ജനഗതിയാണ്. അവർക്ക് ചിഹ്നം വേണം, അവർക്ക് നമ്മുടെ സ്ഥാനാർത്ഥി വേണം. എല്ലാ വാർഡിലും സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ പഞ്ചായത്തിൽ ഭരിക്കുന്ന പാർട്ടി, കൂടുതൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടി, കൂടുതൽ വാർഡുകളിൽ വിജയിച്ച പാർട്ടി, ഏറ്റവും കൂടുതൽ കേരളത്തിൽ വോട്ടിംഗ് പെർസെന്റേജിൽ വലിയ മുന്നേറ്റം നടത്തിയ പാർട്ടി, അതായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇതിന് നമ്മൾ ഓരോരുത്തരും ഈ മാറ്റത്തിന്റെ ആരാണോ മാറ്റം വരുത്തേണ്ടത് കേരളത്തിൽ, അവരാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഈ സന്ദേശം പഞ്ചായത്ത് ശിബിരത്തിലൂടെ പ്രവർത്തകന്മാരിലേക്ക് എത്തിക്കണം. ഓരോ വാർഡിലും നമ്മുടെ പ്രവർത്തകന്മാരുണ്ടാക്കുന്ന മനോഭാവം അവിടെ എന്റെ പാർട്ടി, എന്റെ മുന്നണി BJP ജയിക്കും എന്നുള്ളതാണ്, താമര വിരിയും എന്നുള്ളതാണ്. ആ വാശി, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം, ഭാവി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ സാധിക്കണം. ഓരോ വാർഡിലും ഈ വികാരം ഉണ്ടാക്കണം, താമര വിരിയും. അതുകൊണ്ട് ആ തരത്തിൽ നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കണം. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഫുൾ ടൈം എന്നല്ല പറയുന്നത്, ഓവർ ടൈം എന്നാലേ സാധിക്കും. ഓവർ ടൈം, അതിനുള്ള ഒരു പ്രതിജ്ഞ ഇന്ന് നമ്മെ സംബന്ധിച്ചെടുക്കണം. ഈ പ്രതിജ്ഞ പഞ്ചായത്ത് ശിബിരത്തിലൂടെ ഓരോ പ്രവർത്തനം കൊണ്ടും എടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വാർഡുകളിൽ സൈനികരെ സൃഷ്ടിക്കണം, നമ്മളതിന്റെ ജനറൽമാരായി മാറാൻ സാധിക്കണം. അതിനുള്ള ആയുധ പരിശീലന, സൈനിക പരിശീലനമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. രമേശൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യം ചെറുതായി കുറച്ചായതുകൊണ്ട് ഇവരൊക്കെയാണോ നമ്മൾ ആയുധം നൽകുന്നത്? അവനാടിയിൽ എഴുതേണ്ട നല്ല മൂർച്ചയുള്ള ആധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് രമേശും സുരേഷും അതുപോലെ ഇവിടെ ക്ലാസ് എടുക്കുന്ന ഓരോ അധ്യാപകരും നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ പോകുമ്പോ ഈ അവനാഴിയുടെ ഭാരം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഈ അവനാഴിയുടെ ഭാരം, ആയുധം കൊണ്ട് അവനാഴിയുടെ ഭാരം, അതെ, അങ്ങനെ ആശ്വസിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉറപ്പാ, ഞാൻ തമാശ പറയുന്നല്ല, നിങ്ങൾ അവനാഴിയിൽ മുഴുവൻ ആയുധങ്ങൾ ഉണ്ടാവും, ഭാരം കൂടുതലുണ്ടാവും. പക്ഷെ ആ ഭാരം നിങ്ങൾ ചുമന്നാൽ മാത്രമേ ഈ രാഷ്ട്രീയ മാറ്റം 2014 ദേശീയ തലത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റം നമുക്ക് ഈ കേരളത്തിലും നമ്മുടെ ജില്ലയിലും നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ വാർഡുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യുദ്ധമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഹതോവ പ്രാപ്സ്യസി സ്വർഗ ജിത്വാവ ഭോക്ഷ്യസേ മഹി തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയം. ഒന്നുകിൽ അർജുന നിനക്ക് വീരമൃത്യു പ്രാപിക്കാം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അധിപനാകാൻ സാധിക്കും. അതുകൊണ്ട് ഹതോവ പ്രാപ്സ്യസി സ്വർഗ ജിത്വാവ ഭോക്ഷ്യസേ മഹി തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയം. യുദ്ധത്തിന് തയ്യാറാവുക. ഇതായി ഇവിടുന്ന് കിട്ടുന്ന പരിശീലനവുമായിട്ട് വൈകുന്നേരം സായം സന്ധ്യയില് നമ്മുടെ മണ്ഡലങ്ങളിലേക്ക്, ജില്ലകളിലേക്കും മണ്ഡലങ്ങളിലേക്കും വാർഡുകളിലേക്കും പോയി വരാനിരിക്കുന്ന യുദ്ധത്തിന് തയ്യാറാവുക, യുദ്ധത്തിൽ വിജയിക്കുക. ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ശിബിരം നടക്കുമ്പോൾ ആത്മവിശ്വാസവും വിജയവിശ്വാസത്തോട് നമുക്ക് പറയാൻ സാധിക്കണം, ഞങ്ങളുടെ ഭൂമി നമ്മൾ കൈയടക്കിയിരിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം. അങ്ങനെ വിജയിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും പല ദിനങ്ങളിലും ബലിദാന ദിനം നമ്മൾ ആചരിക്കാറുണ്ട്. ബലിദാനികൾക്ക് ഈ പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. ഇത്തവണ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരെ, മുനിസിപ്പൽ കൗൺസിലർമാരെ, കോർപ്പറേഷൻ കൗൺസിലർമാരെ വിജയിപ്പിച്ചുകൊണ്ട് വേണം, അതായിരിക്കണം ബലിദാനികൾക്ക് നൽകുന്ന ആദരാഞ്ജലി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ശിബിരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്ക് നമസ്കാരം. പദ്യമാണ്.